നമസ്കാരം. എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും മസിൽ ഫിസിയോളജിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. മസിൽ കോൺട്രാക്ഷൻ നടക്കുന്ന സമയത്ത് പലതരം ചേഞ്ചസ് ആണ് സംഭവിക്കുന്നത്. ഇലക്ട്രിക്കൽ ചേഞ്ചസ് ആർ ദെയർ, കെമിക്കൽ ചേഞ്ചസ് ആർ ദെയർ, ഫിസിക്കൽ ചേഞ്ചസ് ആർ ദെയർ. സോ ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഹിസ്റ്റോളജിക്കൽ ചേഞ്ചസ് ഡ്യൂറിങ് മസ്കുലാർ കോൺട്രാക്ഷൻ ആണ്. എന്തൊക്കെ ഹിസ്റ്റോളജിക്കൽ ചേഞ്ചസ് ആണ് സംഭവിക്കുന്നത്, ഘടനയിലും മറ്റുമുള്ള മാറ്റങ്ങളും ഒക്കെ. അപ്പോൾ ഇലക്ട്രിക്കൽ ചേഞ്ചസ് നമുക്കറിയാം, ആക്ഷൻ പൊട്ടൻഷ്യൽസിലൂടെ നെർവ് ഫിസിയോളജി പഠിച്ചപ്പോഴും പഠിച്ചിരുന്നു നമ്മൾ. ആക്ഷൻ പൊട്ടൻഷ്യൽസിലൂടെ എങ്ങനെയാണ് ന്യൂറോ മസ്കുലർ ജംഗ്ഷനിലൂടെയൊക്കെ ഇമ്പൾസുകൾ ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുന്നതും, മസിൽസിലൂടെ സാധാരണ നെർവ് മെംബ്രെയിനിലൂടെ ആക്ഷൻ പൊട്ടൻഷ്യൽ സഞ്ചരിക്കുന്നത് പോലെ തന്നെയാണ് മസിലിലും. പിന്നെ വോൾട്ടേജിലുള്ള നേരിയ ഡിഫറൻസ് ആണ് നമ്മൾ പറഞ്ഞിരുന്നത്, അല്ലേ? ഇവിടെ നമുക്ക് ഹിസ്റ്റോളജിക്കൽ ചേഞ്ചസ് നോക്കാം. ആക്ടോമയോസിൻ കോംപ്ലക്സ് ഉണ്ടാവുന്നത് മുതൽ കോൺട്രാക്ഷനിൽ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങളെല്ലാം തന്നെ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഒരു റിലാക്സ്ഡ് സ്റ്റേറ്റിൽ മസിൽ തിൻ ആക്റ്റിൻ ഫിലമെൻറ്റ്സ് സാധാരണയായി ഇങ്ങനെ കാണപ്പെടും, അല്ലേ? വളരെ അകന്ന്, അല്ലെങ്കിൽ ഇസഡ് ലൈനിൽ വളരെ കൃത്യമായ ഒരു അകലം പാലിച്ചുകൊണ്ടായിരിക്കും തിൻ ആക്റ്റിൻ ഫിലമെൻറ്റ്സ് കാണപ്പെടുക. അവിടെ ഒരു ബ്രോഡ് എച്ച് സോൺ മധ്യത്തിലായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങളൊരു നല്ലൊരു സ്പേസ് ഉണ്ടാവും എച്ച് സോണിന്. എന്നാൽ കോൺട്രാക്ഷൻ സംഭവിക്കുമ്പോൾ ഈ ആക്റ്റിൻ ഫിലമെൻറ്റ്സുകൾ മധ്യത്തിൽ നിൽക്കുന്ന മയോസിൻ ഫിലമെൻറ്റുകളിലേക്ക് അതിനെ ഗ്ലൈഡ് ഓവർ ചെയ്ത് വരികയും, അല്ലെ, ഉള്ളിലേക്ക് കോൺട്രാക്ട് ചെയ്ത് വരുമ്പോൾ ആ ഒരു എച്ച് സോൺ തീരെ ഡിക്രീസ് ചെയ്തു പോവുകയും ചെയ്യുന്നു, അല്ലെ? എച്ച് സോൺ എന്നുള്ള ആ ഒരു ഏരിയ കുറഞ്ഞു പോവുകയും ചെയ്യുന്നു. ഓക്കെ, സോ വിച്ച് ആർ ദ മോളിക്കുലാർ ബേസിസ് ഓഫ് മസ്കുലർ കോൺട്രാക്ഷൻ? അതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. മോളിക്കുലാർ മെക്കാനിസം ഈസ് റെസ്പോൺസിബിൾ ഫോർ ഫോർമേഷൻ ഓഫ് ആക്ടോമയോസിൻ കോംപ്ലക്സ് that result in muscular contraction. It includes 3 stages. 3 stages ആണുള്ളത്. Excitation, contraction, coupling, role of troponin and tropomyosin, sliding mechanism. Excitation, contraction, coupling, role of troponin and tropomyosin, sliding mechanism. ഇപ്പോൾ ട്രോപ്പോണിൻ എന്താണ്, ട്രോപ്പോമയോസിൻ എന്താണ് എന്നതിന് മുന്നേ ഉള്ള ക്ലാസ് കണ്ട് പഠിക്കാത്തവർക്ക് ഇത് പറയുമ്പോൾ അത് നമുക്കൊന്ന് ഇമാജിൻ ചെയ്യാനായിട്ട് പോലും കഴിയില്ല. സോ നന്നായിട്ട് ട്രോപ്പോണിൻ എന്താണ്, ട്രോപ്പോമയോസിൻ എന്താണെന്നൊക്കെ ഉള്ളത് മുന്നിലുള്ള ക്ലാസ്സുകൾ കണ്ട് മനസ്സിലാക്കുക. എക്സൈറ്റേഷൻ, കോൺട്രാക്ഷൻ, കപ്ലിംഗ്. എക്സൈറ്റേഷൻ, കോൺട്രാക്ഷൻ, കപ്ലിംഗ് ഈസ് ദ പ്രോസസ് ദാറ്റ് ഒക്യൂഴ്സ് ഇൻ ബിറ്റ്വീൻ എക്സൈറ്റേഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് ദ മസിൽ, അല്ലേ? നമ്മൾ എക്സൈറ്റബിലിറ്റിയും കോൺട്രാക്ഷനും ഒക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചു. സോ എക്സൈറ്റേഷനും കോൺട്രാക്ഷനും ഇടയിൽ സംഭവിക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എക്സൈറ്റേഷൻ, കോൺട്രാക്ഷൻ, കപ്ലിംഗ് എന്ന് പറയുന്നത്. This process involves a series of activities which are responsible for the contraction of excited muscle. എന്തൊക്കെയാണത്, ഏതൊക്കെ സ്റ്റേജിലാണ് നടക്കുന്നതെന്ന് നോക്കാം. When a muscle is excited or stimulated by the impulses passing through the motor nerve and neuromuscular junction, action potential is generated in the muscle fiber. That we know. Action potential spreads over the sarcolemma. ഇനിയുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. സാർക്കോലെമ്മയിലൂടെ, സാധാരണ ഒരു മെംബ്രെയിനിലൂടെ പോകുന്നത് പോലെ സാർക്കോലെമ്മയിലൂടെ ഈ ആക്ഷൻ പൊട്ടൻഷ്യൽസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, അല്ലേ, ഇൻ ദ മസിൽ ഫൈബർ ത്രൂ ദ ആൻഡ് ഓൾസോ ഇൻ ടു ദ മസിൽ ഫൈബർ ത്രൂ ദ ടി ട്യൂബ്യൂൾസ്. അത് കടന്നു കഴിഞ്ഞാൽ പിന്നെ ടി ട്യൂബ്യൂൾസിലൂടെ അത് കടന്നു പോകുന്നു. നമുക്കറിയാം ടി ട്യൂബ്യൂൾസ് ആണ് റാപ്പിഡ് സ്പ്രെഡ് ഓഫ് ആക്ഷൻ പൊട്ടൻഷ്യൽ പോസിബിൾ ആക്കുന്നത്. ടി ട്യൂബ്യൂൾസ് ആണെന്ന് നമ്മൾ പഠിച്ചിരുന്നു. സോ ടി ട്രാൻസ്വേഴ്സ് ട്യൂബ്യൂൾസ്, അല്ലേ? T tubules are responsible for the rapid spread of action potential into the muscle fiber. When the action potential reaches the cisternae of L tubules, അല്ലേ, L tubules എന്ന് പറയുമ്പോൾ സാർക്കോപ്ലാസ്മിക് റെട്ടിക്കുലമാണ്. അതിൻ്റെ സിസ്റ്റേനയിലേക്ക് ഈ ആക്ഷൻ പൊട്ടൻഷ്യൽ റീച്ച് ചെയ്യുമ്പോൾ കാൽസ്യം അയോൺ സ്റ്റോർഡ് ഇൻ ദ സിസ്റ്റേനെ ആർ റിലീസ്ഡ് ഇൻ ടു ദ സാർക്കോപ്ലാസം. സാർക്കോപ്ലാസത്തിലേക്ക് കാൽസ്യം അയോണുകൾ റിലീസ് ചെയ്യപ്പെടുന്നു. കാൽസ്യം അയോൺസ് ഫ്രം ദ സാർക്കോപ്ലാസം മൂവ് ടുവേർഡ്സ് ദ ആക്റ്റിൻ ഫിലമെൻറ്റ്സ് ടു പ്രൊഡ്യൂസ് ദ കോൺട്രാക്ഷൻ. അപ്പോൾ ഈ ഒരു പ്രോസസ്സാണ് എക്സൈറ്റേഷൻ, കോൺട്രാക്ഷൻ, കപ്ലിങ്ങിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ആക്ഷൻ പൊട്ടൻഷ്യൽ വരണം, അതായത് മതിയായ ഇമ്പൾസ് വരുമ്പോൾ, അല്ല, ഒരു പർട്ടിക്കുലർ സ്റ്റിമുലസ് വരുമ്പോൾ അത് ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്തുകൊണ്ട് ആക്ഷൻ പൊട്ടൻഷ്യലായി സാർക്കോലെമ്മയിലൂടെ പോയി ടി ട്യൂബ്യൂൾസിലേക്ക് എത്തുമ്പോൾ ടി ട്യൂബ്യൂൾസ് അതിനെ വളരെ വേഗത്തിൽ തന്നെ എൽ ട്യൂബ്യൂളുകളിലെ സിസ്റ്റേണയിലേക്ക് എത്തിക്കുകയും അവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്ന കാൽസ്യം അയോണുകൾ സാർക്കോപ്ലാസത്തിലേക്ക് റിലീസ് ചെയ്യാൻ കാരണമാവുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഓരോന്നും വളരെ പ്രധാനപ്പെട്ടതാണ്, ഓരോ സ്റ്റെപ്പുകളും.
Thus, the calcium ion forms the link or coupling material. അപ്പോൾ ചോദിക്കാം അല്ലേ, അല്ലെങ്കിൽ കപ്ലിംഗ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇവിടെ കാൽസ്യം അയോൺ ആണ്. കപ്ലിംഗ് മെറ്റീരിയൽ ബിറ്റ്വീൻ ദ എക്സൈറ്റേഷൻ ആൻഡ് ദ കോൺട്രാക്ഷൻ ഓഫ് മസിൽ. Hence, the calcium ions are said to form the basis of excitation, contraction, coupling. Question ആണ് അല്ലേ, കാൽസ്യം അയോൺസ് ആണ് കപ്ലിംഗ് മെറ്റീരിയൽ എന്ന് അറിയപ്പെടുന്നത്. എക്സൈറ്റേഷൻ, കോൺട്രാക്ഷൻ, കപ്ലിങ്ങിൻ്റെ കപ്ലിംഗ് മെറ്റീരിയൽ എന്ന് പറയുന്നത് കാൽസ്യം അയോൺ ആണ്. കാൽസ്യം അയോണുകളുടെ റിലീസും കാൽസ്യം അയോണുകളുടെ സ്റ്റോറേജും ഇത് രണ്ടും കോൺട്രാക്ഷനെ വളരെയധികം ബാധിക്കുന്ന ഒന്നാണ്. ഓക്കെ, നെക്സ്റ്റ്, റോൾ ഓഫ് ട്രോപ്പോണിൻ ആൻഡ് ട്രോപ്പോമയോസിൻ. Role of troponin and tropomyosin. Normally, the head of the myosin molecule has a strong tendency to get attached with the active site of F actin. അല്ലേ, ഇപ്പോൾ ഇതാണ് ഒരു മയോസിൻ മോളിക്യൂൾ എങ്കിൽ മുകളിലിരിക്കുന്ന ആക്റ്റിൻ ഫിലമെൻറ്റുകളോട് ജോയിൻ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഈ ഒരു മയോസിൻ ഹെഡിനുണ്ട് സാധാരണയായി. എന്നാൽ റിലാക്സ്ഡ് കണ്ടീഷനിൽ ഒരു എഫ് ആക്റ്റിൻ മോളിക്യൂളിൻ്റെ ആക്റ്റീവ് സൈറ്റ് എന്ന് പറയുന്നത് ട്രോപ്പോമയോസിൻ മോളിക്യൂൾ കൊണ്ട് മറഞ്ഞാണ് ഇരിക്കുന്നത്, കവർ ചെയ്താണ് ഇരിക്കുന്നത് അല്ലേ. റിലാക്സ്ഡ് സ്റ്റേറ്റിൽ ഈ എഫ് ആക്റ്റിൻ ഫിലമെൻറ്റുകളിലെ ഒരു ആക്റ്റീവ് സൈറ്റ് എന്ന് പറയുന്നത് എന്തുകൊണ്ട് മറഞ്ഞിരിക്കുന്നു? ട്രോപ്പോമയോസിൻ കൊണ്ട് കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ് അല്ലേ. അനാവശ്യമായിട്ട് മറ്റൊന്നും വന്ന് ബൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. സോ അപ്പോൾ അത് ട്രോപ്പോമയോസിൻ എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ കൊണ്ട് മറച്ചു വെച്ചിരിക്കുന്നു, കവർ ചെയ്ത് വെച്ചിരിക്കുന്നു. സോ ദെയർഫോർ the myosin head cannot combine the actin molecule. മയോസിൻ ഹെഡിനെ ഡയറക്റ്റ്ലി അവിടെ പോയി എന്ത് ചെയ്യാൻ കഴിയില്ല, ബൈൻഡ് ചെയ്യാനായിട്ട് കഴിയില്ല. സോ ലാർജ് നമ്പർ ഓഫ് കാൽസ്യം അയോൺസ് വിച്ച് ആർ റിലീസ്ഡ് ഫ്രം എൽ ട്യൂബ്യൂൾസ് ഡ്യൂറിങ് ദ എക്സൈറ്റേഷൻ ഓഫ് ദ മസിൽ ബൈൻഡ് വിത്ത് ട്രോപ്പോണിൻ സി അല്ലേ. നമ്മൾ ട്രോപ്പോണിൻ പലതരം പഠിച്ചു, അതിൻ്റെ ഫംഗ്ഷൻ പഠിച്ചു. ട്രോപ്പോണിൻ സിയുമായിട്ട് ബൈൻഡ് ചെയ്യുന്നത്, കാൽസ്യം അയോൺസ് ബൈൻഡ് ചെയ്യുന്നത് ട്രോപ്പോണിൻ സി ആണ്. അതുകൊണ്ട് തന്നെ നമ്മളതിന് ട്രോപ്പോണിൻ സി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ലാർജ് നമ്പർ ഓഫ് കാൽസ്യം അയോൺസ് എൽ ട്യൂബ്യൂൾസിൽ നിന്ന് വരുന്നത് നേരെ പോയി ട്രോപ്പോണിൻ സിയുമായിട്ട് ബൈൻഡ് ചെയ്യുന്നു. ദ ലോഡിംഗ് ഓഫ് ട്രോപ്പോണിൻ സി, കഴിഞ്ഞ ദിവസത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ലോഡിംഗ് ഓഫ് ട്രോപ്പോണിൻ സി വിത്ത് കാൽസ്യം അയോൺസ് പ്രൊഡ്യൂസ് സം ചേഞ്ച് ഇൻ ദ പൊസിഷൻ ഓഫ് ട്രോപ്പോണിൻ മോളിക്യൂൾ. അപ്പോൾ ട്രോപ്പോണിൻ മോളിക്യൂളിന് ഒരു എനർജി കൊടുക്കുക ആണ് ആക്ച്വലി കാൽസ്യം കൊടുക്കുന്നതിലൂടെ. കാൽസ്യം കിട്ടുമ്പോൾ ഈ ട്രോപ്പോണിൻ മോളിക്യൂളിൽ അതിൻ്റെ പൊസിഷനിൽ കുറച്ച് ചേഞ്ച് വരുന്നു. ഈ ഒരു ചേഞ്ച് ട്രോപ്പോമയോസിനെ, ആക്റ്റീവ് സൈറ്റിൽ പിടിച്ചിരിക്കുന്ന ട്രോപ്പോമയോസിനെ തള്ളി നീക്കാൻ സഹായിക്കുന്ന ആ ഒരു ചേഞ്ചാണ്. സോ എപ്പോഴാണോ ട്രോപ്പോണിലേക്ക് കാൽസ്യം വന്ന് ലോഡ് ചെയ്യപ്പെടുന്നത്, ട്രോപ്പോമയോസിൻ പതിയെ ആക്റ്റീവ് സൈറ്റിൽ നിന്നും തെന്നി മാറുന്നു, എഫ് ആക്റ്റിൻ്റെ ആക്റ്റീവ് സൈറ്റിൽ നിന്നും തെന്നി മാറുന്നു, അല്ലെങ്കിൽ അതിനെ പതിയെ തള്ളി നീക്കുന്നു. സോ ഡ്യൂ ടു ദ മൂവ്മെൻറ്റ് ഓഫ് ട്രോപ്പോമയോസിൻ പോയതുകൊണ്ട് ദ ആക്റ്റീവ് സൈറ്റ് ഓഫ് എഫ് ആക്റ്റിൻ ഈസ് അൺകവേർഡ് ആൻഡ് എക്സ്പോസ്ഡ്. ഇത് ഇപ്പം തന്നെ പഠിച്ചു പോവുക, ഇനി ഇത് നമ്മൾ വീണ്ടും എടുത്ത് റിവൈസ് ചെയ്യേണ്ട കാര്യമില്ല. അത്രയും സിമ്പിളായിട്ടുള്ള കാര്യമാണ് അല്ലേ. ഇതിൻ്റെ കണക്ഷൻ മനസ്സിലാക്കുക. ഓക്കെ, അങ്ങനെ ആ ഒരു ആക്റ്റീവ് സൈറ്റ് അൺകവേർഡായി അല്ലെങ്കിൽ എക്സ്പോസ്ഡായി, ഇപ്പോൾ ഫ്രീ ആണ്. ഇനി മയോസിൻ ഹെഡിന് പോയിട്ട് അറ്റാച്ച് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെ മയോസിൻ ഹെഡിനെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സംഭവിക്കാൻ പോകുന്നത് സ്ലൈഡിംഗ് മെക്കാനിസം ആൻഡ് ഫോർമേഷൻ ഓഫ് ആക്ടോമയോസിൻ കോംപ്ലക്സ് ആണ്. ഇത് സ്ലൈഡിംഗ് തിയറി explains how the actin filaments slide over myosin filaments and form the actomyosin complex during muscular contraction. This is also called ratchet theory or walk along theory. ഇതാണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂലുള്ള കാര്യമാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. സ്ലൈഡിംഗ് തിയറി എന്ന് പറയുന്നതിന് നമ്മൾ റാച്ചറ്റ് തിയറി എന്നും വാക്ക് അലോങ് തിയറി എന്നും പറയാറുണ്ട്. ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു, റാച്ചറ്റ് തിയറി ആൻഡ് വാക്ക് അലോങ് തിയറി എന്ന് നമ്മൾ പറയാറുണ്ട്. റാച്ചറ്റ് തിയറി ആൻഡ് വാക്ക് അലോങ് തിയറി. ഇവിടെ ഒരു ക്രോസ് ബ്രിഡ്ജ് പോലെ ഫോം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം അല്ലെ. ഒരു ക്രോസ് ബ്രിഡ്ജ് ഫോർമേഷൻ ഇവിടെ നടക്കുന്നുണ്ട് അല്ലെ. സ്ലൈഡിങ് നടക്കുമ്പോൾ ഒരു ക്രോസ് ബ്രിഡ്ജ് ഫോർമേഷൻ നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. Each cross bridge from the myosin filaments has got three components, namely a hinge, an arm and a head. ഹിഞ്ച്, an arm and a head. ഇതിൻ്റെ ഒരു മലയാളം ക്ലാസ് കൂടെ ഉണ്ട് സ്ലൈഡിംഗ് തിയറിയുടെ. അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കാണണം, അത് HSCയുടെ ക്ലാസ്സാണ്. സോ ഹിഞ്ച്, an arm and a head. So after binding with the active site of F actin, the myosin head is tilted towards the arm. ആമിൻ്റെ സൈഡിലേക്ക് പതിയെ ഒന്ന് ചെരിഞ്ഞ് എന്നുള്ള രീതിയിൽ ഈ ഒരു മയോസിൻ ഹെഡ് പതിയെ ഒന്ന് ചെരിഞ്ഞാണ് ഇരിക്കുന്നത്. ആൻഡ് സോ ദാറ്റ് ദ എഫ് ആക്റ്റിൻ ഫിലമെൻറ്റ് ഇസ് ഡ്രാഗ്ഡ് അലോങ് വിത്ത് അല്ലേ. കാരണം ഒരു പ്രഷർ പ്രയോഗിക്കുന്നതുകൊണ്ട് തന്നെ അതൊന്ന് പതിയെ ടിൽറ്റ് ചെയ്യും.
എഫാക്റ്റിന് പതിയെ അത് വലിച്ചു കൊണ്ട് വരികയാണ് ചെയ്യുന്നത്. ദിസ് ടിൽറ്റിംഗ് ഓഫ് ഹെഡ് ഈസ് കോൾഡ് പവർ സ്ട്രോക്ക്. ഇതിൻ്റെ ഹെഡ് ഇങ്ങനെ ആ ടിൽറ്റ് ചെയ്യുന്നതിന് നമ്മൾ പവർ സ്ട്രോക്ക് എന്നാണ് വിളിക്കുന്നത്, പവർ സ്ട്രോക്ക്. ആഫ്റ്റർ ടിൽറ്റിംഗ് ദ ഹെഡ് ഇമ്മീഡിയറ്റ്ലി ബ്രേക്സ് അവേ ഫ്രം ദ ആക്റ്റീവ് സൈറ്റ്. ഈ പവർ സ്ട്രോക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ടിൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹെഡ് പെട്ടെന്ന് തന്നെ ആക്റ്റീവ് സൈറ്റിൽ നിന്നും വിട്ടുപോവുകയും റിട്ടേൺസ് ടു ദ ഒറിജിനൽ പൊസിഷൻ, അതിൻ്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് വരികയും ചെയ്യുന്നു. നൗ ഇറ്റ് കമ്പൈൻസ് വിത്ത് ന്യൂ ആക്റ്റീവ് സൈറ്റ് ഓൺ ദ ആക്റ്റിൻ മോളിക്യൂൾ. പുതിയ ഒരു ആക്റ്റീവ് സൈറ്റിലേക്ക് വന്നിട്ട് ജോയിൻ ചെയ്യുകയും ചെയ്യുന്നു. അതായത് മയോസിൻ ഹെഡുകൾ ഇങ്ങനെ 3-4 മയോസിൻ ഹെഡുകൾ ഇപ്പോൾ ഉണ്ടാവും. അതിന് തൊട്ട് മുകളിലായിട്ട് അല്ലേ മയോസിൻ ഹെഡുകൾ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. തൊട്ട് മുകളിലായിട്ട് ആക്റ്റിൻ ഫിലമെൻറ്റ്സ് ഇങ്ങനെ പോകുന്നുണ്ടാവും. ഇതിൽ ഒരുപാട് ആക്റ്റീവ് സൈറ്റുകൾ ഉണ്ടാവും. അപ്പോൾ ഓരോന്നോരോന്നിലേക്ക് പിടിച്ച് അല്ലേ ഫസ്റ്റ് ഒന്ന് അതിനെ പിടിക്കുന്നു, ഒരു ഫസ്റ്റ് ആക്റ്റീവ് സൈറ്റിലേക്ക് ഒന്ന് ഹോൾഡ് ചെയ്യുന്നു, അതിനെ ഒരു പവർ സ്ട്രോക്ക് കൊടുക്കുന്നു, നെക്സ്റ്റ് വീണ്ടും പോയി അടുത്ത ആക്റ്റീവ് സൈറ്റിലേക്ക് ജോയിൻ ചെയ്യുന്നു. ആ ഒരു രീതിയിലാണ് മൂവ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. നൗ ഇറ്റ് കമ്പൈൻസ് വിത്ത് എ ന്യൂ ആക്റ്റീവ് സൈറ്റ് ഓൺ ദ ആക്റ്റിൻ മോളിക്യൂൾ ആൻഡ് ടിൽറ്റിംഗ് മൂവ്മെൻറ്റ് ഒക്യൂർസ് അഗെയിൻ. സോ ഇത് പെട്ടെന്ന് നടക്കുന്നൊരു സംഭവമാണ്. ദസ് ദ ഹെഡ് ഓഫ് ക്രോസ് ബ്രിഡ്ജ് ബെൻസ് ബാക്ക് ആൻഡ് ഫോർത്ത് ആൻഡ് പുൾസ് ദ ആക്റ്റിൻ ഫിലമെൻറ്റ് ടുവേർഡ്സ് ദ സെൻറ്റർ ഓഫ്. അപ്പോൾ ഓരോന്നിലേക്ക് ഇങ്ങനെ അല്ലേ നമ്മൾ ഈ പിന്നെ മങ്കി ബാറിലേക്ക് കുട്ടികൾ തൂങ്ങി ഓരോ കൈ പിടിച്ച് പോകുന്നത് കണ്ടില്ലേ, ലൈക്ക് ദാറ്റ് ആക്റ്റിൻ ഫിലമെൻസിലേക്ക് ഈ ഓരോ ഹെഡുകൾ പെട്ടെന്ന് അറ്റാച്ച് ചെയ്യുന്നത് കൊണ്ട് ആ ഒരു ടിൽറ്റിംഗ് മൂവ്മെൻറ്റ് കൊണ്ട് ആ ഒരു പവർ സ്ട്രോക്ക് കൊണ്ട് പെട്ടെന്ന് എന്താ സംഭവിക്കുക, ഈ ആക്റ്റിൻ ഫിലമെൻറ്റ് അകത്തേക്ക് പുള്ളി ചെയ്യപ്പെടുകയാണ്. ഓക്കെ, ടുവേർഡ്സ് ദ സെൻറ്റർ ഓഫ് ദ സാർക്കോമിയർ. സോ ഇൻ ദിസ് വേ ഓൾ ദ ആക്റ്റിൻ ഫിലമെൻറ്റ്സ് ഓഫ് ബോത്ത് എൻഡ്സ് ഓഫ് സാർക്കോമിയർ ആർ ബോൺ. അപ്പോൾ രണ്ട് സൈഡിൽ നിന്നും ഇതിനെ ഇങ്ങനെ വലിച്ച് അകത്തേക്ക് നിൽക്കുന്നില്ല. ഒരു സാർക്കോമിയർ യൂണിറ്റ് ആണുള്ളത്. അപ്പോൾ ഫ്രം ദ ബോത്ത് സൈഡ്സ് ഈ ഒരു പുള്ളിങ് ഫോഴ്സ് ഉണ്ട്. അങ്ങനെ പുള്ളി ചെയ്ത് സാർക്കോമിയറിൻ്റെ അകത്തേക്ക് ഇതിനെ വലിച്ചു കൊണ്ടുവരാണ്. സോ ദ ആക്റ്റിൻ ഫിലമെൻറ്റ്സ് ശ്രദ്ധിക്കാം, ഫിലമെൻറ്റ്സ് ഓപ്പോസിറ്റ് സൈഡ്സ്, ജസ്റ്റ് എ സെക്കൻഡ്, ഈ ഒരു ഡയഗ്രം കാണിച്ചിട്ടില്ല, ലൈക്ക് ദാറ്റ്. ഇവിടെ കണ്ടു, മയോസിൻ ഹെഡാണ്. മയോസിൻ ഹെഡിൽ ATPക്ക് ഒരു സൈറ്റ് ഉണ്ട്. അത് നമുക്ക് എനർജി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഓരോ തവണയും ഇത് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് ഈ അറ്റാച്ച് ചെയ്തിട്ട് ഇതിന് ഈ പവർ സ്ട്രോക്ക് കൊടുക്കണമെങ്കിൽ ഇതിന് എനർജി വേണ്ടേ. അപ്പോൾ ആ എനർജി റിലീസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ATP ഉള്ളത്. അത് ഓർത്തിരിക്കുക. ഓക്കെ, പവർ സ്ട്രോക്ക് കൊടുക്കുമ്പോൾ അത് ടിൽറ്റ് ചെയ്യുന്നത് ഇവിടെ കാണാം. ഓക്കെ, ഇതാണ്. നെക്സ്റ്റ് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. നമുക്ക് ഇന്നലെ കൺഫ്യൂഷൻ ഉണ്ടായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മളിവിടെ പറയുന്നുണ്ട്. ആൻഡ് ആക്റ്റിൻ ഫിലമെൻറ്റ്സ് opposite sides overlap and form actomyosin complex. Formation of actomyosin complex results in the contraction of the മസിൽ. ഇപ്പോൾ ഇതൊരു ഫ്ലോ ചാർട്ട് പോലെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് തന്ന നോട്ട്സിനകത്ത് അത് ഉണ്ട്. ആ ഫ്ലോ ചാർട്ട് പോലെ നോക്കിയിട്ട് അതുപോലെ തന്നെ എഴുതി പഠിക്കുക. Then when the muscle shortens further, the actin filaments from opposite ends of sarcomere approach each other. So the H zone becomes narrow and the two Z lines become closer with reduction in the length of the sarcomere. However, the length of the A band is not altered, but the length of the I band is decreases. Okay. When the muscular contraction becomes severe, the actin filaments from opposite ends overlap and the H zone disappears. അപ്പോൾ വളരെ സിവിയർ ആയിട്ടുള്ള നല്ല ശക്തിയായ ഒരു കോൺട്രാക്ഷനാണ് നടക്കുന്നതെങ്കിൽ എച്ച് സോൺ ഡിസപ്പിയർ ചെയ്ത് പോകുന്ന രീതിയിലായിരിക്കും കോൺട്രാക്ഷൻ സംഭവിക്കാം. സോ വാട്ട് ആർ ദ ചേഞ്ചസ് ഇൻ സാർക്കോമിയർ ഡ്യൂറിങ് മസ്കുലർ കോൺട്രാക്ഷൻ? ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ചേഞ്ചസ് ടേക്സ് പ്ലേസ് ഇൻ സാർക്കോമിയർ ഡ്യൂറിങ് മസ്കുലർ കോൺട്രാക്ഷനിൽ എന്തൊക്കെയാണ്? എക്സെപ്റ്റ് എന്നായിരുന്നു ചോദ്യത്തിൽ വരേണ്ടിയിരുന്നത്. അപ്പോൾ നമുക്ക് ഒരു കൺഫ്യൂഷൻ വന്നു. ലെങ്ത് ഏതിൻ്റെ ലെങ്ത്താണ് റെഡ്യൂസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കോൺട്രാക്ഷൻ നടക്കുമ്പോൾ. അല്ല, എന്തിൻ്റെയൊക്കെ ലെങ്ത്താണ് കുറയുന്നത്? ഇസഡ് ലൈൻസ് ബിക്കം ക്ലോസ് ടു ഈച്ച് അതർ. സാർക്കോമിയറിൻ്റെ ലെങ്ത് കുറയുന്നു. ഐ ബാൻഡിൻ്റെ ഐസോട്രോപ്പിക് ബാൻഡ് കുറയുന്നു അല്ലേ, ബിക്കോസ് ആക്റ്റിംഗ് ഫിലമെൻറ്റ്സ് നന്നായിട്ട് ഓവർലാപ്പ് ചെയ്ത് വരുന്നു. അപ്പോൾ ഐ ബാൻഡ് കുറയുന്നു. എച്ച് സോൺ കുറയുന്നു, ഏതർ ഡിക്രീസസ് ഓർ ഡിസപ്പിയേഴ്സ്. എ ബാൻഡ് മാത്രമാണ് റിമൈൻസ് ദ സെയിം. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിൽ നിന്ന് ഉറപ്പായും നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ഏരിയയാണ്. നെക്സ്റ്റ് നമുക്ക് എനർജി. ഇതിന് കിട്ടുന്ന എനർജി എവിടെ നിന്നാണ്? എനർജി ഫോർ മസ്കുലർ കോൺട്രാക്ഷൻ. എനർജി ഫോർ മൂവ്മെൻറ്റ് ഓഫ് മയോസിൻ ഹെഡ് അല്ലെങ്കിൽ പവർ സ്ട്രോക്കിന് വേണ്ടിയിട്ടുള്ള എനർജി കിട്ടുന്നത് ബ്രേക്ക് ഡൗൺ ഓഫ് അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്.
ഇത് ATP യിൽ നിന്നുമാണ് into adenosine triphosphate and inorganic phosphate. Head of the myosin has a site for ATP. ATPക്ക് ഒരു സൈറ്റ് ഉണ്ട്. Actually the head itself can act as the enzyme ATPase and catalyze the breakdown of ATP. So even before the onset of contraction, an ATP molecule binds with the myosin head. When tropomyosin moves to expose the active site, head is attached to the active site. Now ATPase cleaves ATP into ADP. അപ്പോൾ ആ ഒരു പൊസിഷനാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. എപ്പോഴാണ് ഈ ATP പ്രൊഡക്ഷൻ ATPയിൽ നിന്നും എനർജി ജനറേറ്റ് ചെയ്യുന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ട്രോപ്പോമയോസിൻ മൂവ് ചെയ്ത് കഴിഞ്ഞ് ആക്റ്റീവ് സൈറ്റ് എക്സ്പോസ് ചെയ്യപ്പെടുമ്പോൾ ഹെഡ് വന്ന് ആക്റ്റീവ് സൈറ്റിലേക്ക് അറ്റാച്ച് ചെയ്യുമ്പോൾ ATPase ക്ലീവ് ചെയ്തിട്ട് ATPase കൊണ്ട് ക്ലീവ് ചെയ്തിട്ട് ATP ADPയും ഫോസ്ഫേറ്റും ആക്കി മാറ്റിയിട്ടാണ് നമ്മൾ എനർജി ഉപയോഗിക്കുന്നത്. ഓക്കെ, and the energy released during this process is utilized for contraction. ഇതാണ് നമ്മൾ കോൺട്രാക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഓക്കെ, then when head is tilted, the ADP and PI are released and new ATP molecule binds with the head. ഓക്കെ, വീണ്ടും പുതിയൊരു ATP മോളിക്യൂൾ വന്നിട്ട് ഹെഡുമായിട്ട് ബൈൻഡ് ചെയ്യുന്നു. ആൻഡ് ദിസ് പ്രോസസ് ഈസ് റിപ്പീറ്റഡ് അണ്ടിൽ ആ മസ്കുലർ കോൺട്രാക്ഷൻ തീരുന്നവരെ ATP റിലീസ് ചെയ്യുകയും അടുത്ത ATP മോളിക്യൂൾ വന്ന് ബൈൻഡ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നു. അപ്പോൾ ATP നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാനായിട്ട് മറ്റു റിയാക്ഷൻ നമ്മുടെ മസിലിൽ വേണം അല്ലേ. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ റിലാക്സേഷൻ, കോൺട്രാക്ഷൻ കഴിഞ്ഞ് റിലാക്സേഷൻ സംഭവിക്കുന്നത് എങ്ങനെയാണ്? കാൽസ്യം അയോൺസ് തിരിച്ചു പോകുന്നതുകൊണ്ടാണ് അല്ലേ. കാൽസ്യം അയോൺസ് തിരിച്ച് പമ്പ് ബാക്ക് ചെയ്യുന്നതുകൊണ്ടാണ്, പമ്പ് ബാക്ക് ഇൻ ടു ദ L ട്യൂബ്യൂൾസ്. അങ്ങനെ തിരിച്ച് L ട്യൂബ്യൂൾസിൽ സിസ്റ്റേനയിലേക്ക് അത് തിരിച്ച് കാൽസ്യം അയോൺസ് പോവുകയാണ് എങ്കിൽ അല്ല, അതായത് ഒരു റിലീസ് ഓഫ് കാൽസ്യം അയോൺസ് ഫ്രം ട്രോപ്പോണിൻ. ട്രോപ്പോണിനെ ലോഡ് ചെയ്തപ്പോഴാണ് കോൺട്രാക്ഷൻ നടന്നതെങ്കിൽ ട്രോപ്പോണിൽ നിന്ന് കാൽസ്യം അയോൺസ് റിലീസ് ചെയ്ത് പുറത്തേക്ക് വിട്ടപ്പോഴാണ് റിലാക്സേഷൻ നടക്കുന്നതെന്നാണ് ഓർക്കേണ്ടത്. ഇറ്റ് കോസസ് ദ ഡിറ്റാച്ച്മെൻറ്റ് ഓഫ് മയോസിൻ ഫ്രം ദ ആക്റ്റിൻ ഫോളോഡ് ബൈ റിലാക്സേഷൻ ഓഫ് ദ മസിൽ. ഓക്കെ, ആൻഡ് ദ ഡിറ്റാച്ച്മെൻറ്റ് ഓഫ് മയോസിൻ ഫ്രം ആക്റ്റിൻ ഒബ്റ്റെയിൻസ് എനർജി ഫ്രം ദ ബ്രേക്ക് ഡൗൺ ഓഫ് ATP. അപ്പോൾ ഈ ടോട്ടൽ എനർജി നമുക്ക് കോൺട്രാക്ഷൻ ആണെങ്കിലും ശരി, കോൺട്രാക്ഷൻ സംഭവിക്കണമെങ്കിൽ കാൽസ്യം അയോൺസിൻ്റെ സഹായം വേണം. അത് ശേഷം പിന്നെ പവർ സ്ട്രോക്കിനും റിലീസിനുമൊക്കെ ATPയിൽ നിന്ന് നമ്മൾ എനർജി എടുക്കുന്നു. ഓക്കെ, ദെൻ നമുക്കൊരു കണ്ടിന്യൂസ് എനർജി ഇവിടെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട് മസിൽ കോൺട്രാക്ഷനിൽ അല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ATPയെ റീസിന്തസിസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ അതുകൂടെ ആലോചിക്കണം. സോ ദർ ആർ ടു സോഴ്സസ് ഫ്രം വിച്ച് ഹൈ എനർജി ഫോസ്ഫേറ്റ് ഈസ് ഒബ്റ്റൈൻ, നെയിംലി ക്രിയാറ്റിൻ ഫോസ്ഫേറ്റ് ആൻഡ് കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം. മസിലിൽ ക്രിയാറ്റിൻ ഫോസ്ഫേറ്റിൽ നിന്നും അതേസമയം തന്നെ ഗ്ലൈക്കോളിസിസ് പോലുള്ള മെറ്റബോളിക് പാത്വേയിൽ നിന്നുമാണ് നമുക്ക് ATP കിട്ടുന്നത്. റീസിന്തസിസ് ഓഫ് ATP ഫ്രം ക്രിയാറ്റിൻ ഫോസ്ഫേറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇമ്മീഡിയറ്റ് സപ്ലൈ ഓഫ് ഹൈ എനർജി ഫോസ്ഫേറ്റ് റാഡിക്കൽ ഈസ് ഫ്രം ക്രിയാറ്റിൻ ഫോസ്ഫേറ്റ്. പ്ലെൻറ്റി ഓഫ് ക്രിയാറ്റിൻ ഫോസ്ഫേറ്റ് ഈസ് അവൈലബിൾ ഇൻ റെസ്റ്റിംഗ് മസിൽ. In the presence of enzyme creatine phosphotransferase, high energy phosphate is released from creatine phosphate. And the reaction is called a Lohmann's reaction. So Lohmann's reaction ഓർക്കുക, ADPയോടൊപ്പം ഈ ക്രിയാറ്റിൻ ഫോസ്ഫേറ്റിൽ നിന്നുള്ള ഫോസ്ഫേറ്റ് കൂടെ ചേർന്നിട്ട് നമുക്ക് ക്രിയാറ്റിൻ വേറെ ATP വേറെ ആയിട്ട് കിട്ടുന്നു കേട്ടോ. അതുകൊണ്ടാണ് മസിലിൽ ക്രിയാറ്റിൻ എങ്ങനെയാണ് വരുന്നതെന്ന് മനസ്സിലായില്ലേ. കാരണം ഇവിടെ ഫോസ്ഫേറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ക്രിയാറ്റിൻ ഫോസ്ഫേറ്റും ADPയും കൂടെ വർക്ക് ചെയ്യുമ്പോഴാണ്, ക്രിയാറ്റിൻ ഫോസ്ഫോ ട്രാൻസ്ഫറേസ് എന്ന എൻസൈമിൻ്റെ കാറ്റലൈറ്റിക് റിയാക്ഷനിൽ വർക്ക് ചെയ്യുമ്പോഴാണ് ATPയും ക്രിയാറ്റിനും വരുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് മസിലിൽ നടക്കുന്ന റിയാക്ഷൻ്റെ ഫലമായിട്ട് നമുക്ക് ക്രിയാറ്റിൻ ഉണ്ടാവുന്നത്. നമ്മൾ പലപ്പോഴും പല ഡയഗ്നോസിസിലും ഡിസീസ് ഡയഗ്നോസിസിലും നമ്മൾ ക്രിയാറ്റിൻ്റെ അളവ് നോക്കാറുണ്ടെന്നൊക്കെ എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പോൾ ADP നമുക്ക് ഒരു റീസിന്തസിസ് ഓഫ് ATP നടക്കുന്നത് ക്രിയാറ്റിൻ ഫോസ്ഫേറ്റിൽ നിന്നുമാണ്. ഈ ഒരു റിയാക്ഷൻ നമ്മൾ ലോമാൻസ് റിയാക്ഷൻ എന്ന് വിളിക്കുന്നു, ലോമാൻസ് റിയാക്ഷൻ. ഓക്കെ, പിന്നെ മറ്റൊന്ന് കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസത്തിലൂടെ, ഏതാണ് നമ്മുടെ ഗ്ലൈക്കോളിസിസ് പ്രോസസ്സിലൂടെയാണ് നടക്കുന്നത്. അതിൽ ഒന്നുകിൽ അതിപ്പോൾ എയറോബിക് ആയിട്ടാണ് നടക്കുന്നതെങ്കിൽ നോർമലി അത് TCA സൈക്കിളിലേക്ക് കടന്നു പോകും, പൈറുവിക് ആസിഡായിട്ട് പൈറുവിക് ആസിഡ് TCA സൈക്കിളിലേക്ക്. പക്ഷേ അനൈറോബിക് ആയിട്ടല്ലേ കണ്ടിന്യൂസ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു അവസ്ഥയിലാണെങ്കിൽ ലാക്റ്റിക് ആസിഡാണ് ഉണ്ടാവുക, അത് കോറി സൈക്കിളിലേക്കാണ് കടന്നു പോവുക. അനൈറോബിക് ഗ്ലൈക്കോളിസിസ് നമ്മളതിനെ പറയുന്നു അല്ലേ, കോറി സൈക്കിളിലേക്കാണ് കടന്നു പോവുക. കോറി അനൈറോബിക് ഗ്ലൈക്കോളിസിസ് എന്നാണ് നമ്മൾ കോറി സൈക്കിളിനെ വിളിക്കുന്നത്. അപ്പോൾ അത് നമുക്കറിയാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു എനർജി പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒരു ഹിസ്റ്റോളജിക്കൽ പ്ലസ് ഇതിൻ്റെ കെമിക്കൽ എനർജി റിലേറ്റഡ് ആയിട്ടുള്ള മസിൽ കോൺട്രാക്ഷൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ പറയാനുള്ളത്. ലോമാൻസ്